2021 മുതൽ SUV സെഗ്മെന്റിന്റെ ഒരു കിടിലൻ കാലഘട്ടമായിരുന്നു. അതിലിറങ്ങിയിട്ടുള്ള ഒരു വെഹിക്കിളാണ് റെനോൾട്ടിന്റെ കൈഗർ എന്ന് പറഞ്ഞുള്ള വാഹനം. അവരുടെ തന്നെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വെർഷനാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. 2024 ഇറങ്ങിയിട്ടുള്ള കൈഗറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബ്ലാക്ക് കളർ ഇറങ്ങിയിട്ടില്ല എന്ന് ഒരുപാട് ആൾക്കാരുടെ ഒരു വിഷമമായിരുന്നു. അതും കൂടി കമ്പനി ഇപ്പോൾ വിഷമം തീർത്തു കൊടുത്തേക്കാണ്. പ്ലസ് ഒരു ചെറിയ അപ്ഡേഷനോട് ഇതിൽ കാണാൻ സാധിക്കും. വാഹനത്തിന്റെ മുകളിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ആ ബ്ലാക്കിന്റെ ഗ്ലോസിനെസ് നോക്കിയേ, ഫുള്ളി ഒരു സ്മോക്ക് ഫിനിഷ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു ലൈൻസ് ഒക്കെ കാണാം, നല്ലൊരു ഷാർപ്പായിട്ടുള്ള ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. വാഹനത്തിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ ഒരു ഗംഭീര SUV 5,99,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ വെഹിക്കിളിനെ ഈ ഒരു പ്രൈസിനെ ജാതി വർത്താട്ടാ. ആ ഇൻഡിക്കേറ്ററും LED DRലും സെയിം ആ ഒരു ലൈനിൽ തന്നെയാണ് വന്നേക്കുന്നത്. അതുപോലെ 3 ചാമ്പറിലുള്ള LED ഹെഡ് ലാമ്പ് നമുക്ക് യൂണിറ്റ് കാണാൻ സാധിക്കും. ഫുള്ളി ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നോർമൽ പ്ലാസ്റ്റിക് ഏതാ ബ്ലാക്ക് ഏതാന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാം ഒരു ബ്ലാക്ക് ടച്ച് ആയിട്ട് തന്നെ വന്നേക്കുന്നത്. സെന്ററിൽ വലിയ ഒരു റെനോൾട്ടിന്റെ ഒരു ലോഗോ കാണാം. അതിന്റെ സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആ ഒരു ക്രോമിയം ഫിനിഷ് വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3991 mm ആണ് വരുന്നത്. അത്യാവശ്യം വലിയൊരു വീലാർച്ചൊക്കെ കാണാം. 16 ഇഞ്ചിന്റെ ഒരു കിഡിലൻ ഡയമണ്ട് കട്ട ലെവൽസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അതിന്റെ ആ ഒരു ബ്രേക്ക് ഷൂ ഒക്കെ നോർമൽ സിൽവർ കളറിൽ തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഫുൾ ഓപ്ഷന്റെ RXZ എന്നുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. ഒരു ഡുവൽ ടോൺ മിറർ വരുന്നുണ്ട്. മുകളിൽ പിയാനോ ബ്ലാക്കും താഴെ നോർമൽ പ്ലാസ്റ്റിക്കും. അതിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് വാഹനത്തിന്റെ ടോട്ടൽ സൈഡ് വ്യൂ. A പില്ലറും B പില്ലറും എല്ലാം നമുക്കൊരു ബ്ലാക്ക് ടോൺ തന്നെയാണ് വരുന്നത്. അതിൽ B പില്ലർ ഒരു പ്ലാസ്റ്റിക് ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ വാഹനത്തിന്റെ റൂഫ് റെയിലിനെ കുറിച്ച് പറയുമ്പോൾ 50 കിലോഗ്രാം ഭാരം വരെ വഹിക്കുന്ന ഒരു റൂഫ് റെയിലാണ്. വെറുതെ ഭംഗിക്ക് വെച്ചേക്കുന്ന അല്ലാട്ടാ. അതുപോലെ ഏറ്റവും താഴ്വശത്തായിട്ടും ഒരു പ്ലാസ്റ്റിക് ക്ലാഡിങ് ഇങ്ങനെ അറ്റം വരെ പോയിട്ടുണ്ട്. സൈഡ് വെച്ച് നോക്കുമ്പോൾ ഒരു കൂപ്പേ ടൈപ്പ് ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ ഡ്രം ബ്രേക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹനത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1750 mm, ഹൈറ്റ് എന്ന് പറയുന്നത് 1605 mm ആണ് വരുന്നത്. പിന്നെ ആ ടോട്ടൽ വീൽ ബേസ് എന്ന് പറയുന്നത് 2500 mm ആണ്. ബാക്ക് നോക്കിയേ, എനിക്ക് ഫ്രണ്ടിനേക്കാളും ബാക്കാണ് ഇഷ്ടപ്പെട്ടത്. ഒരു വേറെ ലെവല് ലക്ഷറി കാറുകൾക്ക് കാണുന്ന സെറ്റപ്പാട്ടാ. മുകളിലൊരു ഷാർപ്പ് പിന്നെ ആന്റിനാണ്. ഇവിടെ ഒരാൾ സലാമൊക്കെ തരണ്ട കേട്ടാ. ഹലോ ആരാന്ന് മനസ്സിലായില്ലേ? ഒരു ആനക്കുട്ടി നിൽക്കുന്നുണ്ട് കിട്ടില്ല. ഒരു ഷാർപ്പിന്റെ ആന്റിനൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇതുവരെ നമ്മൾ ഈ ഒരു സെഗ്മെന്റ് കാറുകൾ കാണാത്ത ഒരു കിഡിലെ സ്പോയിലർ കാണാൻ സാധിക്കും. സെൻട്രൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ വലിയൊരു വിൻഷീൽഡ്, ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട്. C ഷേപ്പിലുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റും C ഷേപ്പിലുള്ള ആ ഒരു ബ്രേക്ക് ലാമ്പ് ഒരു യൂണിറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഒരു ട്യൂബ് വരുന്നുണ്ട് ഇന്റീരിയറിലായിട്ട്. പിന്നെ ഇവിടെ റെനോൾട്ട് എന്നുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ആ റെനോൾട്ടിന്റെ ലോഗോ കാണാം, കൈകർന്ന് എഴുതിയിട്ടുണ്ട്. ആ ലോഗോന്റെ ഉള്ളിലാട്ടോ ക്യാമറ വരുന്നത്. 360 ഡിഗ്രി ക്യാമറ അല്ല, നോർമൽ ക്യാമറയാണ്. പിന്നെ വേറെ എഴുത്തും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലൊരു ലിപ്പ് വരുന്നുണ്ട്. അതിൽ ഒരു സിൽവർ കളറാണ് നമുക്ക് കാണാൻ സാധിക്കുക. 205 mm ആണ് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ SUV സെഗ്മെന്റുകൾ വെച്ച് നോക്കുമ്പോഴും അതുപോലെ ഈ പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോഴും കിഡിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആട്ടോ. ഈ വാഹനം നമുക്ക് എവിടെയും സിമ്പിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്റീരിയർക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് ബ്ലാക്ക് ആണ്. കൂടുതൽ ലെതർ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്ലാസ്റ്റിക് ബ്ലാക്കിൽ ഇവിടെ ഹാൻഡിൽ പിയാനോ ബ്ലാക്ക് വരുന്നുണ്ട്. പിന്നെ താഴ്വശത്ത് ഒരു ലൈൻ കീപ്പ് ചെയ്തിട്ടുണ്ട് പിയാനോ ബ്ലാക്ക്. ഇത് നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെന്റും പവർ വിൻഡോ അഡ്ജസ്റ്റ്മെന്റ് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ലൈന്. പിന്നെ താഴത്തെ 1 ലിറ്റർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ലെതർ സീറ്റുകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അതിന്റെ താഴെയുള്ള സ്റ്റിച്ചിങ് നമുക്ക് റെഡ് വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. സീറ്റിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഒരു ഓറഞ്ച് കളറായിട്ടാണ് കേട്ടോ പോയിക്കുന്നത്. നമുക്ക് കയറി ഇരുന്ന് നോക്കാം. കയറി ഇരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പൊസിഷൻ ആട്ടാ ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. നല്ല ഹൈറ്റിലായിരിക്കണേ. വാഹനത്തിന്റെ സെന്റർ ഭാഗത്തായിട്ടാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. ക്ലസ്റ്ററൊക്കെ നോക്കിയേ, ഒരു സിനിമാറ്റിക് ക്ലസ്റ്ററില്ലേ കാണുമ്പോൾ. പക്ഷെ ഒരു കാര്യം കേട്ടാ, ഇതിന്റെ സെന്റർ ഭാഗത്ത് മാത്രമാണ് ഡിജിറ്റൽ ക്ലസ്റ്റർ. ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. ഇനി ഓണാക്കാൻ പോകട്ടെ. ഞാൻ ഓണാക്കുമ്പോൾ ആ ക്ലസ്റ്ററിന്റെ ഒരു ഇത് കാണിച്ചു തരാം. സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ലെതറാണ്. സെമി ലെതറേറ്റഡ് ആ ഒരു സീറ്റ് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു കാർ ഓടി പോയേക്കണ നോക്കി, ക്ലസ്റ്ററിന്റെ അകത്ത് അടിപൊളിയായിട്ടില്ലേ? ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നോർമൽ ക്ലസ്റ്ററാണ് വരുന്നത് കേട്ടോ. ഹീറ്റിന്റെയും അതുപോലെ തന്നെ ഫ്യൂലിന്റെയും. വാഹനത്തിന്റെ ആ ഒരു ഇന്റീരിയർ പ്ലാസ്റ്റിക്കിലെല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് കമ്പനി ഇത്തവണ ഇറക്കിയേക്കുന്നത്. അതുപോലെ അപ്പർ ഗ്ലോ ബോക്സും ലോവർ ഗ്ലോ ബോക്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ 5 ഗിയർ മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. പിന്നെ 2 എഞ്ചിനിലും അവൈലബിൾ ആയിട്ടുണ്ട്. 1 ലിറ്റർ നോർമൽ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനും 1 ലിറ്റർ ടർബോവും അവൈലബിൾ ആണ്.
നമ്മുടെ സ്റ്റിയറിംഗ് ലൈൻസ് അവൈലബിൾ അല്ല കേട്ടോ റിവേഴ്സ് ചെയ്യുമ്പോൾ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടച്ച് സ്ക്രീൻ ആണ് ഇതിൽ വരുന്നത്. അതിൽ ആൻഡ്രോയിഡ് ഓട്ടും ആപ്പിൾ കാർപ്ലേയും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോർമൽ മിറേഴ്സ് ഒന്നുമില്ല. ഇവിടെ ബ്ലൂടൂത്തിൻ്റെ ആ ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ മിറർ ഉണ്ട് കോ ഡ്രൈവറിൻ്റെ സൈഡിൽ. 2 ഗ്ലോ ബോക്സ് അവൈലബിൾ ആട്ടാ. ഇത് മുകളിലത്തെ ഗ്ലോ ബോക്സ്, പിന്നെ താഴത്തെ ഗ്ലോ ബോക്സ് നോർമൽ കാറുകൾക്ക് വരണമല്ലോ, ഞാൻ കാണിക്കുന്നില്ല. പിന്നെ AC വെന്റിന്റെ ചുറ്റിന്നും റൈറ്റ് സൈഡ് വരെ ഒരു സിൽവർ ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ലോക്കാണ് ലോക്ക് സ്വിച്ച്. ആ സ്വിച്ചിൽ തന്നെയാട്ടെ 2 പർപ്പസ് വരുന്നത്. പിന്നെ ട്രാക്ഷൻ ഓഫ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇതേ ക്ലസ്റ്ററിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ AC. ഈ AC ഈ സ്വിച്ചുകളെല്ലാം ടച്ച് അല്ല കേട്ടാ, റോട്ടറി സ്വിച്ച് ആയിട്ടാണ് വരുന്നത്. പിന്നെ കണ്ടില്ലേ, ഇതാണ് റോട്ടറി സ്വിച്ച്. നമ്മൾ കാണുമ്പോൾ ടച്ച് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ അതെല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കമ്പനി അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ താഴെ വശത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ഫോണൊക്കെ വയ്ക്കാം. പിന്നെ USB ചാർജിങ്, വാഹനം ഓണാക്കാനുള്ള പുഷ് ബട്ടൺ ചാറ്റ്, ക്രൂസ് കൺട്രോൾ. അതിൻ്റെ താഴ്വശത്തായിട്ടാണ് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള വയർലെസ് ചാർജിങ് സംവിധാനം വരുന്നത്. പിന്നെ നമ്മുടെ ഗിയർ ബോക്സ് കാണും, 5 ഗിയർ, അതായത് 5 ഗിയർ ബോക്സ്. പിന്നെ 3 ഡ്രൈവ് മോഡ്, എക്കോ, സിറ്റി, സ്പോർട്സ്. നമ്മൾ സിറ്റി ഡ്രൈവിങ്ങിലൊക്കെ മോസ്റ്റ്ലി എക്കോ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ മൈലേജ് കൂടുതൽ കിട്ടൂട്ടാ. സ്പോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ത്രില്ലിംഗ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് കമ്പനിക്കാർ അത് കൊടുത്തേക്കുന്നത്. നല്ല സ്വിച്ച് ആയിട്ടുണ്ടല്ലേ, റോട്ടർ സ്വിച്ച്. ഇതൊക്കെയാണ് ഒരു പുതുമ കമ്പനി കൊണ്ടുവന്നേക്കണം. ഇവിടെ വലിയ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക്, ആ ഒരു ക്യൂട്ട് ഹാൻഡ് ബ്രേക്ക് ആട്ടെ, ചെറിയ രീതിക്കാണ് ഹാൻഡ് ബ്രേക്ക് വന്നേക്കുന്നത്. എനിക്ക് ഇതിൻ്റെ സീറ്റ് ഇഷ്ടപ്പെട്ടു, ആ കളർ ടോണൊക്കെ അടിപൊളിയുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയർ. ബാക്കിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാട്ടോ. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ആ ഒരു ഡോർ വൈഡറായിട്ടൊക്കെ തുറക്കാനൊക്കെ പറ്റും. ഏകദേശം 80 ഡിഗ്രിയുടെ അടുത്ത് എല്ലാ ഡോറുകളും ഓപ്പൺ ചെയ്യാൻ പറ്റും. നല്ല ലെഗ് റൂം എന്ന് പറഞ്ഞാൽ കിഡിലൻ ലെഗ് റൂം ഉണ്ട് കേട്ടോ. ബാക്കിൽ റിയർ AC വെൻസ് ഒക്കെ ഉണ്ട്. താഴെ ചാർജിങ് പോർട്ട് ഉണ്ട്. 3 പേർക്ക് സുഭിക്ഷമായിട്ടിരിക്കാൻ പറ്റും. കൂടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ കാണാൻ സാധിക്കും. 2 ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്, പാർസൽ ട്രേയും വരുന്നത്. അതുകൂടാതെ നല്ല ഹെഡ് റൂം ഉണ്ട് കേട്ടോ. ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു രാജകീയ പദവിയിൽ തന്നെ പോകാൻ പറ്റും. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും നോക്കി നോക്കിയാലോ. ഇത് തുറക്കാൻ താഴെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏകദേശം 405 ലിറ്ററോളാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കേട്ടോ. അതെങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഒരു 3 പെട്ടി സിമ്പിളായിട്ടൊക്കെ ഇറക്കി വയ്ക്കാൻ പറ്റും. നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോഴേ അതും ഒരു കിടിലൻ സെറ്റപ്പിലായിട്ടാണ് ചെയ്തതാണ്. അവിടെ നമ്മൾ കൈ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, വലിച്ചെണ്ണ അടയ്ക്കണം. ഹൈറ്റ് ഇല്ലാത്തവർക്ക് സെറ്റപ്പിൽ തന്നെ അടയ്ക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. ഇനി വാഹനത്തിൻ്റെ എൻജിൻ റൂമും എൻജിൻ പരമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് നോക്കി നോക്കിയാലോ. ഇതിൻ്റെ താഴ്വശത്തായിട്ട് ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്. ആ വലിച്ചിട്ട് വേണം എൻജിൻ റൂമും നമുക്ക് തുറക്കാനായിട്ട്. നമുക്ക് 4 ടൈപ്പ് എൻജിനാണ് വരുന്നത്. അതായത് 2 ടൈപ്പ് എൻജിനാണ്, 4 മോഡൽസ് ആയിട്ട്. 1 ലിറ്റർ മാനുവൽ വരുന്നുണ്ട്, 1 ലിറ്റർ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, 1 ലിറ്റർ ടർബോ വരുന്നുണ്ട്, പിന്നെ 1 ലിറ്റർ CVT വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ നോക്കുന്നത് 1 ലിറ്റർ മാനുവൽ എഞ്ചിനാണ് നോക്കുന്നത്. അതായത് 1 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ഇപ്പോൾ നോക്കുന്നത്. 72 PS പവറും അതുപോലെ തന്നെ 96 Nm ടോർക്കോട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ബോണറ്റിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം.